1986 ഒരു പുതുതായി വിവാഹിതരായ ദമ്പതികൾ ഹണിമൂണിനായി ഒക്കിനാവയിലെ നാഹ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്ര ഒരു മനോഹരമായ ഓർമ്മയായി മാറേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ മറിച്ചായിരുന്നു സംഭവിച്ചത്. എന്നാൽ ആ യാത്ര ട്രാജഡിയായി മാറുകയായിരുന്നു ചെയ്തത്. അവരുടെ ഭാര്യ വിയർക്കാൻ തുടങ്ങുകയും കൈകാലുകൾ മുഴുവൻ പക്ഷാഘാതം വരാൻ തുടങ്ങുകയും ചെയ്തു. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവളെ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ ആദ്യം ഈ മരണത്തെ ഹൃദയാഘാതം എന്നാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കകം കുറേ സംശയാസ്പദമായ കാര്യങ്ങൾ പുറത്തു വന്നു. കേസ് ക്രമേണ ഒരു സീരിയൽ മർഡറിലേക്ക് ദിശ മാറ്റുകയാണ് ചെയ്തത്. എല്ലാ തെളിവുകളും ഒരു വ്യക്തിയിലേക്കാണ് വിരലടച്ചത്. ഈ കുറ്റകൃത്യം നടന്നത് ഒരു നോവലിൽ നിന്ന് നേരിട്ട് എടുത്തതുപോലെയാണ്. അതിനാൽ തന്നെ പലരും ഇയാളെ ക്രിമിനൽ ജീനിയസ് എന്ന് വിശേഷിപ്പിച്ചു. അവൻ ആരായിരുന്നു? അകലത്തു നിന്നെങ്ങനെ ഇയാൾ ഈ കൊലപാതകം നടത്തി? പോലീസ് എങ്ങനെ ഈ ദുരൂഹത ചുരണ്ടു തുറന്നു? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജപ്പാനെ ഞെട്ടിച്ച അഗോണിയേറ്റ് വിഷ കൊലപാതക കേസാണ്. 1986 മെയ് 19 47 വയസ്സുള്ള ഷിങ് റിക്കയും 33 വയസ്സുള്ള ഭാര്യ റിസാക്കയും ഹണിമൂണിനായി ഒക്കിനാവയിലെ നാഹ നഗരത്തിലേക്ക് പോയി. വിവാഹത്തിന് മുമ്പായി റിസാക്കോ ടോക്കിയോയിലെ ഒരു ക്ലബിലെ ഹോസ്റ്റസായി ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ വെച്ച് ഷിങ്ങുവിനെ ഒരു കസ്റ്റമറായി കണ്ടുമുട്ടുകയും ആദ്യ നോട്ടത്തിൽ തന്നെ ഷിങ്ങുവിൻ അവൾക്കൊരു താല്പര്യമുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കകം അവർ പ്രണയത്തിലായി. തുടർന്ന് വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം റിസാക്കോ ഒസാക്കയിൽ താമസിക്കാൻ പോയി. ഹണിമൂണിനായി ഇരുവരും ഒരുമിച്ച് ഒരു യാത്രാ പദ്ധതി ഇട്ടപ്പോൾ ഷിങ്ങു ഒരു നിർദ്ദേശം നൽകി. നമുക്ക് റിസാക്കയുടെ സുഹൃത്തുക്കളെയും കൂടി ക്ഷണിക്കാം, അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ. റിസാക്കോ അതിൽ വളരെ സന്തോഷിച്ചു. ടോക്കിയോയിലുള്ള അവളുടെ 3 വനിതാ സുഹൃത്തുക്കളെ അവൾ ക്ഷണിച്ചു. 5 പേരുടെ സംഘം ഇഷിക്കാക്കി ദ്വീപിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങി. 1986 മെയ് 20 രാവിലെ 11:40 നാഹ എയർപോർട്ടിൽ 3 സുഹൃത്തുക്കളും ഷിങ്ങുവിനെയും റിസാക്കയെയും കണ്ടുമുട്ടി. അതുപോലെ യാത്ര ആരംഭിക്കാനിരിക്കെ ഷിങ്ങു ഒരു കാര്യം പറഞ്ഞു. എനിക്കൊരു അടിയന്തര ജോലിയുണ്ട്. ഒടുവിൽ ഒസാക്കയിലേക്ക് തിരിച്ചു പോകണം. ഇത് റിസാക്കയെ നിരാശപ്പെടുത്തിയെങ്കിലും അവൾ കൂട്ടുകാരോടൊപ്പം യാത്ര തുടരാനായി തുടങ്ങി. ഉച്ചയ്ക്ക് 1:30 ഇവർ ഹോട്ടലിൽ എത്തി. ചെക്കിംഗ് ചെയ്ത ഉടനെ റിസാക്കയ്ക്ക് അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി. കഠിനമായ വിയർപ്പും ഛർദിയും, കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെയും, ശ്വാസം മുട്ടലും, അറ്റകൈകൾ തളർച്ച തുടങ്ങി നിരവധി അസ്വസ്ഥതകൾ അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കൂട്ടുകാരികൾ ആ സമയം തന്നെ ആംബുലൻസ് വിളിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും റിസാക്കയുടെ ഹൃദയവും ശ്വാസകോശവുമൊക്കെ പ്രവർത്തനം നിന്നിരുന്നു. ഉച്ചയ്ക്ക് 3:04 അവൾ മരിച്ചതായി പ്രഖ്യാപിച്ചു. ആശുപത്രി ആദ്യം അതിനെ ഹൃദയാഘാതം എന്ന് രേഖപ്പെടുത്തി. പക്ഷേ ഡോക്ടർമാർക്ക് ഇതിലൊരു സംശയം തോന്നിച്ചു. അവളെ കാണുമ്പോഴും മുൻകൂട്ടിയുള്ള പൂർണ്ണമായ ആരോഗ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവം ഒരു സാധാരണ മരണമല്ല എന്ന് അവർ കരുതി. ആശുപത്രിക്കാർ ഒക്കിനാവോ പോലീസിനെ വിവരം നൽകി. തുടർന്ന് സംഭവിച്ചത്: ഷിങ്ങുവിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡോക്ടർ ഓനോ യുഷു റിസാക്കയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഓൺസ് രക്തം സംരക്ഷിച്ചു. ഇത് പിന്നീട് കേസ് തറക്കാൻ സഹായിക്കും. റിസാക്കയുടെ സുഹൃത്തുക്കൾക്ക് ആദ്യം മുതൽ തന്നെ ഷിങ്ങുവിൽ സംശയമുണ്ടായിരുന്നു. അവൻ വളരെ പെട്ടെന്ന് വിവാഹത്തിന് ശ്രമിച്ചതും തൻ്റെ അനുയായികളായ കമ്പനി പേരിൽ വരവായി കളവ് പ്രചരണങ്ങൾ നടത്തുകയും യാത്രക്കിടയിൽ ഒരു ക്യാപ്സ്യൂൾ അവൾക്ക് നൽകിയതായി അവരുടെ കൂട്ടുകാർ ഓർമ്മിക്കുകയും ചെയ്തു. ഷിങ് അതിന് ആരോഗ്യ സപ്ലിമെന്റ് ആണെന്ന് പറയുകയാണ് ഉണ്ടായത്. ഷിങ്ങുവിൻ്റെ പാസ്റ്റ് ജീവിതം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് മുൻ ഭാര്യമാരും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടാണ് മരിച്ചത് എന്നാണ്. ആദ്യ ഭാര്യ ഒരു നേഴ്സായിരുന്നു. 1981 ഒരു ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. രണ്ടാമത്തെ ഭാര്യ 1985 ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മരണപ്പെടുകയായിരുന്നു. റിസാക്കയുമായുള്ള വിവാഹത്തിന് ശേഷം ഷിങ് 4 ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിരുന്നു. മൊത്തം 185 മില്യൺ യെൻ. അത് അവളെ കൊല്ലാനുള്ള പ്രധാന ഉദ്ദേശം ആയിരിക്കാമെന്ന് പോലീസ് കരുതി.
ഇൻഷുറൻസ് കമ്പനികൾ പേയ്മെന്റ് നിഷേധിച്ചതോടെ ഷിങ് കേസ് കൊടുത്തു. അതിനിടെ മാധ്യമങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ നൽകിയതോടെ കേസ് പകർന്നു പോയി. ഇനിയാണ് ഈ കഥയിലെ ഒരു ടേണിംഗ് പോയിന്റ്. പ്രൊഫസർ ഓനോ ആ രക്തം വീണ്ടും പരിശോധിച്ചു. അതിൽ എക്കോണന്റ് എന്ന വിഷം കണ്ടെത്തി. പിന്നീട് പഫർഫിഷ് ടോക്സിൻ ഉള്ളതും കണ്ടെത്തി. ഇവ രണ്ടും ചേർന്നപ്പോൾ ഒരു പ്രത്യേക രാസപ്രതികരണം ഉണ്ടാകുന്നു. എക്കോണന്റ് നാഡീവ്യൂഹം ഉണർത്തുന്ന വിഷമാണെങ്കിൽ പഫർഫിഷ് അത് താൽക്കാലികമായി അടയ്ക്കും. പിന്നീട് പഫർഫിഷ് ദഹിച്ചപ്പോൾ എഗോണന്റ് പ്രവർത്തനം ആരംഭിക്കും. അതിലൂടെ ഷിങ്ങും വിഷം വയ്പ്പിക്കാൻ സാധിച്ചു. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഷിങ് പഫർഫിഷ് 1000 എണ്ണം വാങ്ങിയതും മങ്ക് ഫുഡ് എഗോണിയന്റ് ഉള്ള ചെടി വളർത്തുന്നതും തെളിയിച്ചു. വീട്ടിൽ നിന്ന് വിഷം കാപ്സ്യൂളുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലാബ് ഉപകരണങ്ങളും കണ്ടെത്തി. അതോടൊപ്പം മുൻ വിവാഹങ്ങൾ ഇതേമാതിരി തന്നെയാണെന്നും അന്വേഷണക്കാർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ കേസിലെ ശിക്ഷാവിധികളെ പറ്റി പഠിക്കാം. 1994 ടോക്കിയോ ജില്ലാ കോടതി ഷിങ്ങുവിനെ ജീവപര്യന്തം തടവിന് വിധിച്ചു. ഷിങ് നിരന്തരം കുറ്റം നിഷേധിച്ചു. 1998 ഹൈക്കോടതി വിധി നിലനിർത്തി. 2000 സുപ്രീം കോടതി വിധി അംഗീകരിച്ചു. 2012 ഷിങ് ഒസാക്ക മെഡിക്കൽ ജയിലിൽ വെച്ച് മരണപ്പെടുകയാണുണ്ടായത്. നിങ്ങൾക്കറിയാമോ, എക്കോണിയൻ പവർഫിഷ് ടോക്സിൻ ഉപയോഗിച്ചുള്ള സമയം വൈകിപ്പിക്കുന്ന കൊലപാതകം സൃഷ്ടിക്കാൻ വലിയ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് വിദഗ്ധർക്കും ഇത് കഷ്ടമാണ്. പക്ഷേ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാൾ അതിനായുള്ള കൃത്യമായ അനുപാതം കണ്ടുപിടിച്ചു. അതൊരു ക്രിമിനൽ ജീനിയസ് ആയിരുന്നു. പക്ഷേ അവൻ ഈ ഗുണം ഉപയോഗിച്ചത് എന്തിനാണ്? ലൈഫ് ഇൻഷുറൻസ് പണത്തിനായി. സ്വന്തം ഭാര്യയെ താനാണ് കൊന്നു എന്ന് തെളിയിക്കാതിരിക്കാനായി. ഈ കേസ് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യന്റെ താല്പര്യങ്ങൾ, വികാരങ്ങൾ, ബാല്യത്തിലെ കടുത്ത അനുഭവങ്ങൾ ഇവയെല്ലാം ഒരാളെ ക്രിമിനൽ ആകാൻ നയിക്കും. അതാണ് ഈ കേസ് വ്യക്തമാക്കുന്നത്.